ഞങ്ങൾക്കും നമ്മുടെ പ്രേക്ഷകർക്കും വേണ്ടി അജയൻ ചേട്ടൻ എന്താണ് ഇപ്പൊ ഞങ്ങൾക്ക് ചെയ്തു തരാൻ വേണ്ടി ഒരു പാട്ട് തന്നെ നമുക്ക് തുടങ്ങിയാലോ? പാടിയാലോ? പാട്ട് പാടാം, പക്ഷെ തെറ്റും. അത് സാരമില്ല, തെറ്റുമില്ല. അങ്ങനെ തെറ്റുന്ന ഒരു പാട്ടാണ് പാടുന്നത്. അത് തെറ്റായിരിക്കും, ആ പാട്ടല്ല. അപ്പൊ തെറ്റുന്ന ഒരു പാട്ടാണ്. അപ്പൊ തെറ്റുണ്ടാവും, സഹകരിക്കും, കുഴപ്പമില്ല. മധുരഗാന മാലിനിയുടെ കൽപ്പടവിൽ കാണാത്ത പൂങ്കുടിലിൽ കൺമണിയെ കൊണ്ടുപോകാം. അജയൻ ചേട്ടാ നമസ്കാരം. നമസ്കാരമുണ്ട്. നമസ്കാരം ചേട്ടാ. നമസ്കാരം. പല സ്ഥലങ്ങളിൽ അജയൻ ഭായിയുടെ പ്രകടനങ്ങൾ കണ്ടിട്ടുണ്ട്, എല്ലാം കണ്ടിട്ടുണ്ട്. ഭ്രമരത്തിലല്ലേ അഭിനയിച്ചത്? ഞാൻ ആദ്യ പടം ബ്ലസ്സറിന്റെ ഭ്രമരമാണ്. ഭ്രമരം എന്ന് പറയുന്നതിനകത്ത് ലാലേട്ടനോടൊപ്പം വളരെ മികച്ച ഒരു വേഷം, ആ തട്ടുകട സീനിൽ ഗംഭീരമായിട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് അജയൻ ചേട്ടൻ. പിന്നെ കുറെ പടങ്ങൾ ചെയ്തില്ല അജയൻ ചേട്ടൻ? ഏകദേശം ഒരു 20ഓളം പടം ചെയ്തിട്ടുണ്ട്. ഒരു സന്തോഷ് വാർത്ത കാവതിക്കാക്ക എന്ന സിനിമ യൂട്യൂബ് റിലീസായി. അതില് സന്തോഷ് കീഴായിട്ടുള്ള സെൻട്രൽ വേഷം. ചേട്ടാ, ഞങ്ങള് നന്ദൂസ് വ്ലോഗ്സിന്റെ യൂട്യൂബ് ചാനലിൽ നിന്നാണ് വരുന്നത്. ഒരുപാട് ചിരിമുഹൂർത്തങ്ങൾ നമ്മുടെ മലയാളികൾക്ക് സമ്മാനിച്ച ചേട്ടന്റെ കുറച്ച് വ്ലോഗും കാര്യങ്ങളും ഒക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നന്ദൂസ് വ്ലോഗ്സ് ചേട്ടന്റെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. അജയൻ തകഴി എന്നാണ് പേര്. പക്ഷെങ്കിൽ ഞങ്ങളിപ്പോ എത്തിയത് മാങ്കാങ്കുഴിയിൽ. അതെന്താണ് ഈ പേരും ഈ സ്ഥലവും തമ്മിൽ ഇങ്ങനെ ഒരു? സത്യം പറഞ്ഞാല് പേര് അജയൻ തകഴി എന്നാണ്. വർഷങ്ങളായിട്ട് ഫെമിലിയർ ആയിരിക്കുന്ന ആർട്ടിസ്റ്റാണ്. രസിക രാജ, കോമഡി സാധ്യത, കോമഡി എക്സ്പ്രസ്, ഉരുചി വമ്പത്തിരി, കോമഡി ഉത്സവം, നീണ്ട നേരെ കിടക്കുന്നത്. അവിടെയെല്ലാം അജയൻ തകഴി എന്നാണ് പേര്. പക്ഷെ നമ്മൾ ഈ പ്രോഗ്രാം അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യാർത്ഥം പിള്ളേരുടെ പഠനം മറ്റുള്ള കാര്യങ്ങളൊക്കെ അനുസരിച്ച് ഞാനിങ്ങനെ വാടക വീട്ടിൽ കയറി ഇറങ്ങി അവസാനം മാങ്കാങ്കുഴി വരെ എത്തി. അപ്പൊ ഇവിടെ നിന്നാണ് അജയൻ തകഴി എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഈ കലാകാരൻ താമസിക്കുന്നത്. ഇപ്പോൾ താമസിക്കുന്ന മാങ്കാങ്കുഴിയിലെ വെട്ടിയാറ് മുസ്ലിം പള്ളിയുടെ തൊട്ട് പറ്റാതെ കാണുന്ന ഒരു ചെറിയൊരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഞാൻ, അമ്മ, വൈഫ്, 2 മക്കള്, എല്ലാവരുമായിട്ട് സന്തോഷ കുടുംബമായിട്ട് ഇവിടെ ഇങ്ങനെ ജീവിച്ചിങ്ങനെ പോകുന്നു. പേര് അജയൻ തകഴി. ഒരിക്കലും മാറ്റം വരുന്നില്ലല്ലോ. ഇല്ല. അപ്പൊ എന്റെ മാസ്റ്റർ പീസ് ആയിക്കോട്ടെ. അതാണല്ലോ ഞങ്ങൾക്ക് വേണ്ടത്. നമ്മള് ചെവിയിൽ ഇങ്ങനെ തൂവലിട്ട് ഇങ്ങനെ കറക്കി മയം. അത് എഴുന്നേറ്റ് വേണം ചെവി ഇരുന്ന്. നിങ്ങൾ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടം? എങ്ങനെയാണ് നമുക്ക് ആസ്വദിക്കണം? നമുക്ക് അപ്പൊ ഇതിന്റെ മണ്ടയ്ക്കാണ് ഈ ബഡ്സ് കിടക്കുന്നത്, അല്ലെങ്കിൽ തൂവൽ ചെയ്യുന്ന മണ്ടയ്ക്കാണ് കിടക്കുന്നത്. ഞാൻ ആ തൂവൽ എടുത്തിട്ട് ആ തൂവൽ എങ്ങനെയാണ് ചെവിയിലിട്ട് ആസ്വദിക്കുന്നു, അവസാനം എന്താ സംഭവിക്കുന്നു. റെഡിയല്ലേ? ശരി. അപ്പൊ ഞാൻ കസര വന്നിരുന്നു ആദ്യം. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ബഡ്സ് ഇവിടെ കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ തൂവൽ ഇവിടെ കിടക്കുന്നത്. അപ്പൊ വന്നിരുന്നു. ചോര വന്നു. ചോര വന്നു. കേക്കുന്നില്ല. കുട്ടിയോ? മനസ്സിലായില്ല. അവസാനത്തെ മതിയല്ലോ.
അപ്പൊ അജയൻ ചേട്ടാ വേറെ കാര്യം ചോദിച്ചോട്ടെ. എന്താ? അതായത് അജയൻ ചേട്ടനെ മീഡിയയിലൊക്കെ കണ്ടിരിക്കുന്നത് വേറൊരു രൂപമാണ് അതെ എന്റെ മനസ്സിലിരുന്നത്. പക്ഷെ ഞാൻ ഇവിടെ കയറി വരുമ്പോ അജയൻ ചേട്ടനെ കണ്ടിട്ട് തന്നെ എനിക്കങ്ങ് മനസ്സിലായില്ല. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് താടിയും മുടിയൊക്കെയുള്ള രൂപമായിരുന്നു മനസ്സിലിരുന്നത്. ഇവിടെ കയറി വന്നപ്പോൾ അതൊന്നും ഇല്ല, എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. പിന്നെ ആ ഒരു രൂപം കണ്ടപ്പോൾ മനസ്സിലായി. എന്താണ് ഇതെല്ലാം എടുത്തു കളയാനുള്ള കാരണം? നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലുള്ള ഒരു സംഭവം അല്ല. ഞാൻ കുറച്ച് പേർക്ക് പൈസ കൊടുക്കാണ്, കടം മേടിച്ചതാ, നാണമില്ലാതെ നമ്മൾ മേടിച്ചു കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥനാണ്. ഇത് താടി മുടി മഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പൈസ കൊടുക്കണം. അല്ല, അവർക്ക് പെട്ടെന്ന് മനസ്സിലാവുള്ളൂ ഞാനാണ്, കാരണം എന്നെ കണ്ടിരിക്കുന്ന ഫിഗറല്ലേ. അതൊന്നുമല്ല, അത് വെറുതെ പറയും. ഞാൻ ജോക്കായിട്ട് എടുത്താണ്. ഞാൻ ഇപ്പൊ ഇറങ്ങാൻ പോകുന്ന ആവണി എന്ന സിനിമ, സൂരജ് നായകനായ ആവണി എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാനൊരു 40 വയസ്സുള്ള ഒരു കഥാപാത്രമുണ്ട്. അപ്പം അതെ, മുടിയൊക്കെ വെട്ടി ചെറിയ നരയൊക്കെ ഇട്ടിട്ട് നല്ല ത്രൂട്ട് കഥാപാത്രം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ എന്റെ കൂടെ നിന്ന ഈ മുടിയെ ഞാൻ കളഞ്ഞത്. വളരെ സന്തോഷമുണ്ട്. ഒരു 26-27 പടം മുകളിലായി തോന്നുന്നു. പിന്നെ ഫസ്റ്റ് പടം ഭ്രമരത്തിനകത്ത്, പിന്നെ ലൂമിയർ ബ്രദേഴ്സ്, പിന്നെ ഞാൻ സഞ്ചാരി, പിന്നെ അങ്ങനെ കുറെ. പിന്നെ ഇപ്പൊ ലാസ്റ്റ് വന്നത് പ്രാവിനകത്ത് നല്ല വിഷമാണ്. പ്രാവിന് ശേഷം ഇപ്പൊ ചെയ്തത് ആവണി. ഇപ്പൊ വരാനുള്ള പടത്തിന്റെ നടുന്ന് ഇങ്ങനെ കിടക്കുന്നു. വന്ന് നിന്ന് പോയാ പോയി എന്ന് പറഞ്ഞാല് വരും എന്നെങ്കിലും. ആശാനെ, ഹൗസിംഗിന്റെ പല്ല് തേഞ്ഞിരിക്കുകയാണ്. ഓംലെറ്റ് റെഡിയല്ലേ? 5000 2 പച്ചമുട്ട കൊടുക്കും. ഇത് ഭാര്യ, ഇത് മൂത്ത മകൻ, ഇതാണ് എന്റെ രണ്ടാമത്തെ മകൻ. ഞങ്ങളുടെ വ്ളോഗിന്റെ ലക്ഷ്യം തന്നെ കലാകാരന്മാർ അറിയപ്പെടാതെ കിടക്കുന്നത്. ഒരുപാട് ഇവിടെ അറിയപ്പെട്ട ഒരു കലാകാരന്, അറിയപ്പെട്ട കലാകാരൻ, പക്ഷെ വന്നെത്തിയത് എന്താ സിംഹക്കൂട്ടിലാണല്ലോ വന്നെത്തിയത്. പിന്നെ ഞാന് ഇന്നത്തെ ദിവസത്തെ വ്ളോഗ് ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കാണാറുണ്ട്, സ്ഥിരമായിട്ട് കാണാറുണ്ട്. ചില വ്ളോഗുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല വ്ളോഗാണ് അത്. ജനങ്ങളെ ചിരിക്കാനും ഉണ്ട്, സന്ദേശമുണ്ട്. നല്ല നിങ്ങളുടെ ഭാര്യ ഭർത്താവാണെന്ന് ചില ആൾക്കാർക്ക് ചില സംശയങ്ങളുണ്ട്. എന്നോട് കൂട്ടം ചേട്ടാ ആദ്യം ചേട്ടാ ഇന്നക്ക് അവര് ഭാര്യയും ഭർത്താവാണ്, അവർ ഭയങ്കരമായിട്ട് ഞാൻ അവർ ഭാര്യയും ഭർത്താവാണ് കൊള്ളാം നല്ല അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ ചെയ്ത ഒരു വ്ളോഗില് എനിക്ക് ഒരു സാന്നിധ്യം കിട്ടിയതിൽ ഞാൻ ഏറെ അഭിമാനിക്കുന്നു. കാരണം വന്നതിലും നിങ്ങളുടെ കൂട്ടത്തിൽ എനിക്ക് പങ്കുചേരാൻ പറ്റില്ല, ഭയങ്കര സന്തോഷമുണ്ട്. കാരണം കഴിഞ്ഞ ഇഷ്ടം പോലെ കുറെ ധാരാളം സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഏറെ സന്തോഷം. വന്നതിൽ സന്തോഷം, നിന്നതിൽ സന്തോഷം, കണ്ടതിലും സന്തോഷം. തീർച്ചയായിട്ടും ഇങ്ങനൊരു വാക്ക് കേൾക്കാൻ സാധിച്ചത് ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷം. എങ്കിലുമെന്നോ മലാൾക്ക് താമസിക്കാൻ കരളിൽ തങ്ക കീനാക്കൾ കൊണ്ടൊരു താജുമഹൽ ഞാൻ ഉയർത്താം. മായാത്ത മധുരഗാന മാലിനിയുടെ കൽപ്പടവിൽ, മായാത്ത മധുരഗാന മാലിനിയുടെ കൽപ്പടവിൽ, കാണാത്ത പൂങ്കുടിലിൽ കൺമണിയെ കൊണ്ടുപോകാം. കാണാത്ത പൂങ്കുടിലിൽ കൺമണിയെ കൊണ്ടുപോകാം. പ്രാണസഖി ഞാൻ. ഏതായാലും നിങ്ങളെ കാണാൻ സാധിച്ചത് വളരെ സന്തോഷം. ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ആയിക്കോട്ടെ, ഞങ്ങളെ കാണുന്നതല്ല, ഒരു കലാകാരനെ ഞങ്ങൾക്ക് കാണാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. ഞങ്ങൾ കലാകാരന്മാരെ വളരെയധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന വ്യക്തികളാണ്. അപ്പൊ അവരെ നമുക്ക് ഒരു സമൂഹത്തിന്റെ മുന്നിലോട്ട് ഒന്ന് കൊണ്ടുവരണം എന്നൊക്കെ ഒരു ആഗ്രഹത്തോടു കൂടി ഇറങ്ങി. അപ്പൊ മാത്രം തുറക്കാതെ വയ്ക്കാൻ ഞാൻ അതിഗൂഢമെന്നുടെ ആരാമത്തിൽ ഒരു മുറി മാത്രം തുറക്കാതെ വയ്ക്കാൻ ഞാൻ അതിഗൂഢമെന്നുടെ ആരാമത്തിൽ സ്വപ്നങ്ങൾ കണ്ടു. അപ്പൊ ഏറെ സന്തോഷം. ഏതായാലും ഞങ്ങളെ എല്ലാം പരിചയപ്പെട്ടതിലും
നിങ്ങളെ ഞങ്ങൾക്ക് പരിചയപ്പെടാൻ സാധിച്ചതിൽ ഏറെ സന്തോഷം. ഓക്കെ, വിലപ്പെട്ട സമയങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം. അജയൻ ചേട്ടാ, ഈ കലാരംഗത്തെ ഒരുപാട് നല്ല അനുഭവങ്ങളും തിക്ത അനുഭവങ്ങളും ഒക്കെ ഞങ്ങൾക്ക് പങ്കുവെച്ചു, പാട്ട് പാടി തന്നു, മൈം കാണിച്ചു തന്നു. വളരെ സന്തോഷമുണ്ട്. പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ഞങ്ങളുടെ ഭാഗത്തു നിന്നും നന്ദി അറിയിക്കുന്നു. കലാജീവിതത്തിലെ ധാരാളം അവസരങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ, കൂടുതൽ സിനിമകളിൽ അഭിനയിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകട്ടെ. അപ്പം വീണ്ടും നമുക്ക് കാണാം. അതെ, സന്തോഷം. വീണ്ടും കാണാം.